മകരവിളക്ക് മഹോത്സവത്തിനായി സന്നിധാനം ഒരുങ്ങി. രാത്രിയിൽ പാട്ടുകളും പ്രാർത്ഥനകളുമായി ഭക്തർ സന്നിധാനത്ത് ഇടം പിടിച്ചു കഴിഞ്ഞു. ബുധനാഴ്ചയാണ് പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയിക്കുന്നത്. മകരജ്യോതി ദർശനത്തിന് മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ ശരണമുഖരിതമാണ് സന്നിധാനം. സന്നിധാനത്തിന്റെ ഭാഗങ്ങളിലും വനപ്രദേശങ്ങളിലുമൊക്കെയായി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ ഭജനയും പ്രാർത്ഥനയുമൊക്കെയായി ഇടം പിടിച്ചു കഴിഞ്ഞു. കേരളത്തിന് പുറമെ ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കർണാടക, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരും സന്നിധാനത്ത് തമ്പടിച്ചു കഴിഞ്ഞു. ഇലകൾ കൊണ്ട് മേഞ്ഞ പർണശാലകൾ, ഷെഡുകൾ, ടെന്റുകൾ തുടങ്ങിയവയിലാണ് ഭക്തരുടെ താമസം. വർഷങ്ങളായി മകരവിളക്കിന് മുടങ്ങാതെത്തുന്നവരാണ് ഏറെയും. കോഴിക്കോട് ജില്ലയിൽ താമരശ്ശേരി, മലപ്പുറം, അമ്പലപ്പടി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നവരാണ് ഞങ്ങൾ 37 പേര്. മകരജ്യോതി കണ്ടതിന് ശേഷം പുലിമേട് വൈക്കി, കുമളി, പളനി വൈക്കി നാട്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മളെ തീരുമാനം. நான் எல்லா மாதமும் வருவேன். மகரஜோதி ஒரு வருஷமாக நான் மிஸ் பண்ணதில்லை. ஏன்னா இந்த வருஷமாக மகரஜோதி வந்துக்கிறேன். அதாவது லாக்டவுனில் கூட நான் மகரஜோதிக்கு வந்துக்கிறேன். மகரஜோதின்றது வந்துட்டு ஐயப்பனுடைய வரலாறு. 27 வருஷமாக ஜோதி பார்த்துனுக்கிறேன். இப்போ வரைக்கும் ஒரு வருஷமாக மிஸ் பண்ணதில்லை. മൂന്ന് ദിവസം 4 ദിവസമൊക്കെ തങ്ങി മകരവിളക്ക് കണ്ടിട്ട് സന്തോഷമായിട്ട് ഇറങ്ങിപ്പോവും. പോകുമ്പോൾ അയ്യപ്പനോട് പ്രാർത്ഥിക്കുക അടുത്തോലും വരാനുള്ള ഇതുണ്ടാക്കണം ചരണം. 1.5 ലക്ഷത്തോളം ഭക്തരെയാണ് മകരവിളക്ക് ദർശനത്തിന് സന്നിധാനത്ത് പ്രതീക്ഷിക്കുന്നത്. കർശന നിയന്ത്രണങ്ങളോടെ എല്ലാം സജ്ജമാണ്. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. ഇന്നും നാളെയുമൊക്കെയായി സന്നിധാനത്തെത്തുന്ന ഭക്തരൊക്കെ മകരജ്യോതി ദർശനത്തിന് ശേഷമായിരിക്കും മടങ്ങുക. ഇനി മകരജ്യോതി ദർശനത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. സന്നിധാനത്ത് നിന്ന് അക്ഷയ്ക്കൊപ്പം മനീഷ് മാത്യു, ന്യൂസ് മലയാളം.